കർത്താവ് ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒഴിവാക്കാൻ മേലാത്ത ചില കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ പലർക്കും വരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ വന്ന എല്ലാവരും ദൈവം അയച്ചിട്ട് വന്നവരാണ്. അവരെല്ലാവരും ഇവിടെയുണ്ട്. ഇന്ന് രാത്രികാലം ആൾക്കൂട്ടം ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക്. കാര്യം ഞാൻ സാധാരണ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരിതിലും വളരെ എണ്ണത്തിൽ കുറവുള്ള ഓഡിയൻസിനോടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടല്ല. നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ഈ ദിവസങ്ങളായിട്ട് ഇന്നും ഇന്നലെയുമായി നടന്ന മിഷൻ ചലഞ്ചിൻ്റെ അവസാനത്തെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പിന്നെയും സംസാരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഡേവിഡ് മിഷൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവത്തിന് ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നു, ദൈവം അവനെ മിഷണറിയാക്കി അയച്ചു. ദൈവത്തിന് ഒരു മകനെ ഉള്ളായിരുന്നു, ദൈവം അവനെ മിഷണറിയാക്കി. യേശു ക്രിസ്തുവിനോട് ഒരുപക്ഷെ നാം ചോദിച്ചാൽ, നീ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ വന്നത് എന്തിനാണ്? മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ കാണാതെ പോയതിനെ പറ്റി, നഷ്ടപ്പെട്ടതിനെ പറ്റി, നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി നമുക്ക് ഭാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളണം, നാം ഓരോ നിമിഷവും ഒരു മിഷണറി എന്ന പ്രോസസ്സിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആ ഭാരം ദൈവം കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു എന്ന മിഷണറിയെ പറ്റി ചില ചിന്തകൾ പറഞ്ഞ് മുമ്പോട്ട് പോകാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു വേദപുസ്തകം കണ്ടതിലേക്കും ഏറ്റവും ശക്തനേറിയ മിഷണറിയാണ്. ഏറ്റവും ശക്തിയോടുകൂടെ ഒരു മിഷണറി പ്രവർത്തനം ചെയ്ത കർത്താവ്, ഒരു മിഷണറിക്ക് വേണ്ടിയ ഒത്തിരി ക്വാളിറ്റീസ് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമത് യേശുവിൻ്റെ സ്നേഹം. ഒരു മിഷണറിക്ക് വേണ്ടി ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് സ്നേഹം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സ്നേഹം ഒരു മിഷണറിയുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അനിവാര്യമായ കാര്യമാണ്. നമുക്ക് ഗ്രാമങ്ങളെ സ്നേഹിക്കാൻ പറ്റാതെ നമുക്ക് അവരെ സേവിക്കാൻ പറ്റത്തില്ല. നമുക്കൊരാളെ സേവിക്കണമെങ്കിൽ നാം ആദ്യം അവരെ സ്നേഹിക്കണം. ഗ്രാമങ്ങളെ, നശിച്ചു പോകുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സേവനം കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും നേട്ടമില്ല. വടക്കേ ഇന്ത്യക്ക് ആവശ്യം കുറെ സേവനമൊന്നുമല്ല. വടക്കേ ഇന്ത്യക്ക് ആവശ്യം കുറെ സ്പോൺസേഴ്സിനെ അല്ല. വടക്കേ ഇന്ത്യക്ക് ആവശ്യം കുറെ ഫണ്ടല്ല. വടക്കേ ഇന്ത്യക്ക് ആവശ്യം കുറെ സപ്പോർട്ടേഴ്സിനെ അല്ല. ഇതല്ല വടക്കേ ഇന്ത്യക്ക് ആവശ്യം. വടക്കേ ഇന്ത്യക്കാണെങ്കിലും തെക്കേ ഇന്ത്യക്കാണെങ്കിലും എവിടെ മിഷണറി പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് നാം ആദ്യം സ്നേഹിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ നാം അവരെ സേവിക്കുവാനായിട്ടുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് വരത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ വടക്കേ ഇന്ത്യയിൽ മിഷണറി ആയിട്ട് പോയി, വലിയ താല്പര്യത്തോടു കൂടിയാണ് പോയത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഗ്രാമത്തിലെ ആളുകളെ പറ്റി അവരുടെ മണം, അവരുടെ ഒരുപക്ഷെ ഗ്രാമത്തിലെ ആൾക്കാരെ മണത്തിട്ടുള്ളവർക്കറിയാം, വലിയ അസഹ്യമായ ഒരു മണമാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം അത് ഒരൊറ്റ രാത്രി കൊണ്ട് ശരിയാക്കിയത്. ഒറ്റ രാത്രി കൊണ്ട് ദൈവം അത് വാഷ്ഡ് ഔട്ട് ആക്കി ദൈവം എനിക്ക് തന്നു. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ ഡെമോയിൽ സന്ദർശനത്തിന് വേണ്ടി വന്ന 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരന്മാർ വന്നപ്പോൾ അവരെ ഇങ്ങനെ 1-2 മിഷൻ സ്റ്റേഷനിലൊക്കെ കാണിക്കാൻ വേണ്ടി പോയതാണ്. ഒരു മഴയുണ്ടായിരുന്നു, ചെറിയ മഴയായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ഭയങ്കര ശക്തമായി.
അതിശക്തമായ മഴ കാരണം ഞങ്ങൾ ഒരു മിഷൻ സ്റ്റേഷൻ ചെന്നു, അവിടുന്ന് തിരിച്ചു പോന്നു. വഴിയായപ്പോൾ രണ്ട് വശത്തും പാലമാണ്, ആ രണ്ട് വശത്തും വെള്ളം പൊങ്ങി. ഒരു രക്ഷയില്ല, ഒരു വാഹനവും മുമ്പോട്ട് പോകുന്നില്ല. അവിടെ സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി കിടക്കുന്ന പാലങ്ങളാണ്. ഇങ്ങനെ മുകളിലോട്ടുള്ള പാലങ്ങളല്ല, താഴോട്ടാണ് എല്ലാ പാലങ്ങളും കിടക്കുന്നത്. അവിടെ കിടന്ന് വെട്ടുപോയി. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്, വണ്ടിയുണ്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അവിടുന്ന് ഞങ്ങൾ ആ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങിയത് 24 മണിക്കൂർ കഴിഞ്ഞു. ഒരു രാത്രി മുഴുവൻ വഴി കിടക്കേണ്ടി വന്നില്ല. ദമ്മോ മുതൽ ജബൽപൂർ വരെയുള്ള ആ 100 കിലോമീറ്റർ യാത്രയാണ്. ഈ 100 കിലോമീറ്റർ യാത്രയിൽ ദമ്മോ പട്ടണം കഴിഞ്ഞാൽ ജബൽപൂർ വരെ പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ഏക ഒരു ക്രിസ്ത്യാനിയുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൽ വന്നൊന്നുമല്ല, അദ്ദേഹം പണ്ട് ഒരു ക്രിസ്ത്യാനിയാണ്. ആ മനുഷ്യന്റെ വീടിന്റെ ഭാഗത്താണ് ഞങ്ങൾ വിട്ടുപോയത്. അപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ ദമോ എന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്താണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ഇന്ന ഗ്രാമത്തിലാണ് ഇന്നയാൾ താമസിക്കുന്നത്, നിങ്ങളവിടെ പോയി താമസിക്കുക. രാത്രിയിലാണ്. ഞാനും എൻ്റെ ഭാര്യയുണ്ട്, ഞാനും സഹോദരന്മാരും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു സഹോദരിയുമായിട്ട് ഇത്രയും ആ ദേശത്ത് അങ്ങനെയുള്ള പരിചയമില്ലാത്ത സ്ഥലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ, ദമോയിലേക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിലേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല, വീട്ടിൽ പോലും കറണ്ടില്ല. 8 മണിക്കൂറാണ് പവർ കട്ട്. 8 മണിക്കൂർ ഡെയിലി പവർ കട്ടാണ്. രാവിലെ, അതായത് രാത്രിയിലെ കാര്യം, രാത്രി പവർ കട്ടില്ല. രാത്രി ഒരു ഞങ്ങളുടെ ദമോ ടൗണിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദമോ സിറ്റിയിലെ കാര്യമാണ്, ഞാൻ സിറ്റിയിലാണ് താമസിക്കുന്നത്. സിറ്റിയിലെ കാര്യമാണ്. വില്ലേജിലോട്ട് വന്നാൽ പവർ കട്ട് എന്ന് പറയുന്ന വിഷയമില്ല. കാര്യം അവിടെ പവർ വരുന്നില്ല, പവർ വന്നിട്ടാണ് കട്ട് പോകുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഒരു പ്രശ്നമേ വില്ലേജുകളിൽ 2.5 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ കറണ്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ ദമോ ടൗണിൽ രാവിലെ 8 മണിക്ക്, രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള സമയത്ത് നോക്കിയാൽ 8 മണിക്കൂർ പവർ കട്ടാണ്. ഇന്നിപ്പോൾ കുറവുണ്ട്, ഇപ്പോൾ ഒരു 5 മണിക്കൂറായിട്ട് കുറച്ചിട്ടുണ്ട്. എന്നാലും പവർ കട്ടുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമില്ല, കറണ്ടില്ല, ഇങ്ങനെയുള്ള സ്ഥലത്താണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഏതായാലും ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ആ ക്രിസ്ത്യാനിയായ സഹോദരനോടെ ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു മകനോടെയുണ്ട്. രാത്രി 11 മണിയായി. അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. നല്ലവണ്ണം വിശക്കുന്നുണ്ട്. കാര്യം വഴി ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 6 മണി തൊട്ട് വഴി ബ്ലോക്കിൽ കിടക്കുകയാണ്. അവിടുന്ന് ഒരു വിധത്തിൽ പല വഴി കൂടെ ഒക്കെ കയറി ഇറങ്ങിയൊക്കെ ഇവൻ്റെ അടുത്ത് വന്നത്. അന്ന് രാത്രിയിൽ ഭയങ്കരമായ മഴ, തണുത്ത് വിറച്ച് ഒരു പരുവായി. ആ സമയത്ത് ആ സഹോദരൻ അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന, അവന് പുതച്ചിട്ട് ബാക്കി വെച്ചേക്കുന്ന മുഴുവൻ സാധനവും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ ഒന്നും മണത്താൽ എളുപ്പം ഒരു അനസ്തേഷ്യക്ക് അതുപോലത്തെ സ്കോപ്പുള്ള സാധനമാണ്. അതൊക്കെ ഒന്നും മണത്ത് കഴിഞ്ഞാൽ. പക്ഷേ അന്ന് രാത്രിയിൽ ഒരു മണവുമില്ലാതെ കിടന്നുറങ്ങി. ഒന്നും അറിയാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് എന്നെ ദൈവം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു പരിപാടിയായിരുന്നു. അന്ന് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റില്ല, ഒരു രാത്രി 2 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ ഒരു ഐലൻഡിൽ കിടക്കുന്ന ഒരു പരിപാടിയാണ്. ഗിദെയോൻ ഇതെടുത്തിട്ടപ്പോൾ ചുറ്റും വെള്ളം വന്നെന്ന് പറഞ്ഞ പോലെ കിടന്ന ആ സ്ഥലത്ത് മാത്രം അത്രയും ഭാഗത്ത് വെള്ളമില്ല, പക്ഷെ ചുറ്റും വെള്ളമാണ്. ഞങ്ങളുടെ കൂടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡാളസിൽ നിന്ന് കടന്നു വന്നാണ് മിഷൻ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി. നമ്മുടെ വളരെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ സ്പൈനലിൽ പല ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന കട്ടിൽ പുള്ളിക്ക് കൊടുത്തു. അതുകൊണ്ട് പുള്ളിക്കാരൻ വെള്ളത്തിൽ മുങ്ങിയില്ല. അന്നുണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പല കളരികളിൽ കൂടെ കൊണ്ടുപോകാറുണ്ട്. നമുക്ക് വടക്കേ ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് ഒരു റൈറ്റും ഇല്ല അവരെ സേവിക്കാൻ വേണ്ടി. നമ്മുടെ സേവനം അവർക്കൊട്ടും ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ ഉപമകൾ നോക്കിയാൽ യേശുക്രിസ്തു ഇൻഡിവിജ്വലായിട്ട് വളരെ അറ്റൻഷൻ കൊടുത്തയാളാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അത് വായിക്കണമെന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 കഥകൾ പറയുന്നുണ്ട്.